ഇന്ത്യ തന്റെ കൂടെയുള്ള പട്ടാളക്കാരനോട് ബോംബിൽ നിന്ന് ഗൺ പൗഡർ എടുത്തു തരാൻ പറയുന്നു. എന്നിട്ട് ഒരു പെട്ടിയുടെ മുകളിൽ കയറിൽ നിന്ന് ഗൺ പൗഡർ എയറിലേക്ക് എറിയുന്നു. ഗൺ പൗഡർ ഒരു പ്രത്യേക ദിശയിലേക്ക് എയറിൽ കൂടി ഒഴുകുന്നു. എല്ലാവരും അത് ഫോളോ ചെയ്ത് പോകുന്നു. കുറേയധികം ബോംബിൽ നിന്ന് ഗൺ പൗഡർ എടുക്കുന്നു. എല്ലാം എയറിലേക്ക് എറിയുന്നു. ഒരു മാഗ്നറ്റിക് പവർ ആ ഗൺ പൗഡറിനെയും കൊണ്ട് ഒരു പ്രത്യേക ബോക്സിനടുത്തേക്ക് വലിക്കുന്നു. ഇന്ത്യ പട്ടാളക്കാരനോട് ഷോട്ട് ഗൺ ബുള്ളറ്റ് തരാൻ പറയുന്നു. ബോക്സിന് മുകളിൽ കയറി നിന്ന് പ്ലയേഴ്സ് ഉപയോഗിച്ച് ബുള്ളറ്റിൽ നിന്ന് ഗൺ പൗഡർ എടുക്കുന്നു. താഴേക്കിടുന്നു. ആ സ്റ്റീൽ ബോൾസ് എല്ലാം ഒരു പെട്ടിയുടെ ഇടയിലേക്ക് പോകുന്നു. പട്ടാളക്കാർ പെട്ടിയെടുത്ത് മാറ്റുന്നു. എല്ലാ സ്റ്റീൽ ബോൾസും ഒരു പെട്ടിയിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ പെട്ടി തുറക്കുന്നു. അവിടെയുള്ള എല്ലാ ഇരുമ്പ് സാധനങ്ങളും അതിലേക്ക് അട്രാക്റ്റ് ആകുന്നു. പെട്ടിക്കകത്ത് എന്താണെന്ന് എല്ലാവരും നോക്കി നിൽക്കുന്ന സമയം ഇന്ത്യ പട്ടാളക്കാരൻ്റെ തോക്ക് പിടിച്ചെടുക്കുന്നു. ചാട്ട ഉപയോഗിച്ച് ഒരു തോക്ക് തൻ്റെ കൂട്ടുകാരനും കൊടുക്കുന്നു. പക്ഷേ എല്ലാ പട്ടാളക്കാരും ഇന്ത്യക്ക് നേരെ തോക്കെടുക്കുന്നു. കാരണം ഇന്ത്യയുടെ കൂടെയുള്ള ആ കൂട്ടുകാരൻ അവനെ ചതിച്ചു. അയാൾ പട്ടാളക്കാരുടെ കൂടെയായിരുന്നു. ഇന്ത്യ സറണ്ടർ ചെയ്തു. പക്ഷേ താഴെക്കിട്ട തോക്കിൽ നിന്ന് വെടിപൊട്ടി പട്ടാളക്കാരനെ പരിക്കേറ്റു. ആ സമയം കൊണ്ട് ഇന്ത്യ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒരു പട്ടാളക്കാരനുമായി ഇടിവെച്ച് അബദ്ധത്തിൽ ഒരു മിസൈൽ ആക്ടിവേറ്റ് ചെയ്യുന്നു. അവർ രണ്ടുപേരും ഒരു ഹൈസ്പീഡ് മിലിറ്ററി വെഹിക്കിളിൽ ഒരു ടൗണിൽ എത്തിച്ചേരുന്നു. ആ ടൗണിൽ എല്ലാവരും പാവങ്ങളായിരുന്നു. അപ്പോഴേക്കും ഒരു അലാറം കേൾക്കുന്നു. അതൊരു ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമായിരുന്നു. ഇന്ത്യയുടെ കൂടെയുള്ള പട്ടാളക്കാരൻ ഒരു കാറിൽ രക്ഷപ്പെടുന്നു. ഇന്ത്യ ഒരു വീട്ടിൽ കയറി ഫ്രിഡ്ജ് കാലിയാക്കി അതിൽ കയറിയിരിക്കുന്നു. അപ്പോഴേക്കും ബോംബ് പൊട്ടുന്നു. ആ ടൗൺ മുഴുവൻ തകരുന്നു. കാറിൽ മുമ്പേ പോയ പട്ടാളക്കാരനും എക്സ്പ്ലോഷനിൽ പെടുന്നു. പക്ഷേ ഇന്ത്യ കയറിയിരുന്ന ഫ്രിഡ്ജ് പറന്ന് ദൂരെ വീഴുന്നു. അതിൽ നിന്ന് ഇന്ത്യ പുറത്തു വരുന്നു.